ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ദേവയാനിയുടെ ആ കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എത്ര പറഞ്ഞിട്ടും ദേവയാനി തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, തന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, തന്നെ ഒരു കുറ്റവാളിയായിട്ടാണ് ദേവയാനി ഇപ്പോഴും കാണുന്നതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് സങ്കടം തോന്നി. എന്നാലും കുഴപ്പമില്ല, എൻ്റെ അമ്മ രക്ഷപ്പെടണം, രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്നൊരു ചിന്തയും നമ്മുടെ നയനയ്ക്കുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് ബ്ലഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ കിടന്ന് ഒച്ചപ്പാട്. അച്ഛനും അമ്മയും പറയുന്നുണ്ട്, നിനക്ക് എന്നാലും ബ്ലഡ് കൊടുക്കായിരുന്നു മോളെ, നീ അങ്ങനെ കാണിക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും, വേറെ ആരെങ്കിലും വന്ന് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ആ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ മോളെ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഞാൻ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ ഐസിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് വരികയാണ്. അപ്പോൾ ആദർശ് വന്നിട്ട് എന്താ നയന എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ അമ്മയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. എന്നാലും എങ്ങനെയാണ് ആ വിഷം അമ്മയുടെ ഉള്ളിൽ ചെന്നത്? ആ പാല് കുടിച്ചപ്പോൾ എങ്ങനെയാണ് വിഷം ഉള്ളിൽ ചെന്നത്? ആ വിഷം ആരാണ് വെച്ചത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ സംസാരിക്കുകയാണ്. അതൊക്കെ വിട് നയനെ, ഇനിയിപ്പോൾ നീ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് ഉറപ്പിച്ച് പറയാം, ഇതെല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് നയനെ. കാരണം ഭഗവാനായിട്ട് തന്നെയാണ് അമ്മയ്ക്കിങ്ങനെ ഒരു ആപത്ത് വരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ആദർശേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് ആപത്ത് വരുത്തിയത് ദൈവമാണെന്നോ? എന്തിനു വേണ്ടി? അതിന് അമ്മ എന്ത് തെറ്റ് ചെയ്തു? അമ്മ എന്തിനിങ്ങനെ അമ്മനെങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നയനെ. അതൊന്നുമല്ല, നിന്നെ ഇതുവരെ അമ്മയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? നിന്റെ സ്നേഹം എന്താണെന്ന് അറിയാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ എത്ര നന്മ ചെയ്താലും ആ സമയത്തൊക്കെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മറ്റുള്ളവരെ പുകഴ്ത്തുകയും നിന്നെ താഴ്ത്തി കെട്ടുകയാണ് അമ്മ ചെയ്തത്. പക്ഷെ അമ്മയുടെ യഥാർത്ഥ മരുമകൾ ആരാ? അത് നീയല്ലേ. എന്നിട്ട് നിന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ച് കണ്ടിട്ടുണ്ടോ? അതൊന്നും സാരമില്ല ആദർശേട്ടാ. ഇപ്പം അതൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും അമ്മയുടെ അസുഖം മാറണം, അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മൾ ഐസിയിൽ കയറി അമ്മയോട് സംസാരിച്ചല്ലേ. പക്ഷേ അമ്മയ്ക്ക് നിന്നെ കാണണ്ട, നീ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അപ്പോഴും നിന്നെ കുറ്റം പറഞ്ഞത്. നിന്റെ മനസ്സ് ദുഷ്ട മനസ്സാണ്, അവൾ മര്യാദ പ്രാർത്ഥിക്കൂല എന്ന് വരെയും പറഞ്ഞു. പക്ഷെ അനാമികയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. എന്നിട്ട് അനാമികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്തെങ്കിലും സംസാരിച്ചോ? അവളെക്കുറിച്ച് നല്ലതും മാത്രം. അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നീ ഏതായാലും ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ അമ്മക്ക്. അവസാനം അമ്മ അറിയും, നിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയും. നീ എങ്ങനത്തെ ഉള്ളവളാണെന്ന് അറിയും അമ്മ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെല്ലാം അയ്യപ്പ ഭഗവാൻ നമുക്ക് വേണ്ടി കരുതി വെച്ച ആ ഒരു ദിനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് നയനയെ ആശ്വാസപ്പെടുത്തുകയാണ്. കാരണം നയനയുടെ മനസ്സിലൊരു വിഷമം പാടില്ലല്ലോ. ദേവയാനിയുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറുമെന്ന് തന്നെയാണ് ആദർശിൻ്റെയും മനസ്സിലിരിപ്പ്. അതേസമയം തന്നെ നമ്മുടെ തറവാട്ടിൽ, അതായത് അനന്തപുരി തറവാട്ടിൽ ആകെ ബഹള. ഈ വനജയും അതേപോലെ തന്നെ ഈ നമ്മുടെ അനിയുടെ അമ്മയും ഒക്കെ ഇരുന്ന സംസാരമാണ്. അപ്പോൾ ഈ നമ്മുടെ അബിയുടെ അമ്മയാണെങ്കിൽ പറയുകയാണ്, അവളും മനഃപൂർവ്വമായിരിക്കുള്ളൂ. കാരണം അവളാണല്ലോ പാല് കാച്ചുന്നത്. ആ പാലിൽ അവളെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും. ഏട്ടത്തിക്കാണെങ്കിൽ അവളുടെ കണ്ണിന് നേരെ കണ്ടുകൂടാ. എപ്പോഴും കുറ്റം പറച്ചിലും അത് പറച്ചിലും ഇത് പറച്ചിലും ഒക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അനാമിക തന്നെയാണ് നല്ല പെൺകുട്ടി. അവളെ പോലെ ഒരു നല്ല പെൺകുട്ടി പിന്നെ ഇല്ല. അവളാ നല്ല പെൺകുട്ടിയെന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ അനിക്കാണെങ്കിൽ ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. പാല് ആര് വിഷം കലർത്തി, അല്ലെങ്കിൽ പാലിൽ എങ്ങനെ വിഷം വന്നു എന്നുള്ളൊരു ചോദ്യം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നയനേട്ടത്തിയുടെ മഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കേട്ട നമ്മുടെ അനിയുടെ അമ്മയാണെങ്കിൽ പിന്നെ നയന അവളെന്ന് വിശ്വസിക്കാൻ കൊള്ളൂല. അവളായിരിക്കുള്ളൂ ഈ പരിപാടി മുഴുവനും ചെയ്തു കൂട്ടിയത്. അമ്മയും കൂടുതൽ പറയണ്ട. ഇനി സത്യങ്ങൾ തെളിയാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ആൻറ്റിയുടെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വരട്ടെ. അപ്പം നമുക്കറിയാം ഏതാണ് സംഭവിച്ചതെന്നൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ വെല്ലുവിളിക്കുകയാണ്. അതേസമയം തന്നെ
നമ്മുടെ അനിയോട് കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ആദർശിനോട് കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കണം ആദർശിൻ്റെ അച്ഛൻ. എടാ നമുക്ക് ഏതായാലും ഇത് ആരാണ് എന്താണെന്നൊക്കെ കണ്ടെത്തണ്ടേ, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എങ്ങനെയാണ് ദേവയാനിയുടെ ഉള്ളിൽ വിഷം ചെന്നെന്ന് അറിയണ്ടേ. പാലാണ് ലാസ്റ്റ് കുടിച്ചത്. പാലും കുടിച്ചിട്ടാണ് അവൾ പോയി കിടന്നുറങ്ങിയത്. പിന്നീട് എണീറ്റപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ പിന്നെ പാലിൽ നിന്ന് അകനാൻ സാധ്യത. പക്ഷെ ആ പാലിൽ എങ്ങനെ വന്നു ഈ സംഭവം, ഈ വിഷം എങ്ങനെ വന്നു, അതാണ് അറിയേണ്ടത്. അങ്ങനത്തെ പാല് തന്നെയല്ലേ നമ്മുടെ നവ്യം കുടിച്ചത്. അപ്പോൾ അവൾക്കൊരാപത്തും പറ്റിയില്ലല്ലോ. ആ പാത്രത്തിൽ തന്നെയാണ് പാല് കാച്ചുകയും ചെയ്തത്. പക്ഷേ ആ പാൽ ആദ്യം കൊടുക്കാനായിട്ട് വെച്ചത് നവ്യക്കാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നവ്യയെ അപകടപ്പെടുത്താനായിട്ട് ഏതായാലും നയന നോക്കില്ല. പിന്നെ എങ്ങനെ ദേവയാനിക്കിത് സംഭവിച്ചു എന്നൊക്കെയറിയാനായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ മതിയാവുള്ളടാ. നമ്മളൊരു ഇത് കൊടുക്കണം, ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛ, ഞാൻ മുത്തശ്ശനോട് ഈ കാര്യമെല്ലാം അവതരിപ്പിച്ചായിരുന്നു. മുത്തശ്ശനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. നമുക്കിത് വെറുതെ വിട്ടാൽ പറ്റില്ല മുത്തശ്ശ, നമുക്കിത് അന്വേഷണം നടത്തണം, പോലീസുകാർ വരട്ടെ, അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നൊക്കെ. പക്ഷേ അത് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞത്, മുത്തശ്ശൻ പറഞ്ഞത്, പോലീസിനെയൊന്നും ഈ തറവാട്ട് മുറ്റത്ത് കയറ്റാൻ പോലും ഞാൻ സമ്മതിക്കില്ല, അതിന് സമ്മതിക്കില്ല. ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളെന്നൊക്കെയാണ് മുത്തശ്ശൻ പറഞ്ഞത്. പിന്നെ മുത്തശ്ശൻ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിനോട് എതിർത്ത് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ അച്ഛാ. പിന്നെ എന്ത് ചെയ്യാനാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തുമെന്നോ പറയുന്നത്. ഏതായാലും വഴിയുണ്ട്, കണ്ടെത്താതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നയനയല്ല ഇതിന് ഉത്തരവാദി എന്ന് എല്ലാവരും അറിയണ്ടേ. ഇപ്പം നയനയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നയന കുറ്റവാളിയല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുക തന്നെ വേണം. അങ്ങനെ നമ്മുടെ നയന ബ്ലഡ് കൊടുക്കാനുള്ള ആ തയ്യാറെടുപ്പുകൾ മുഴുവൻ എടുക്കുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അച്ഛനും കൂടി നയനെ സമാധാനപ്പെടുത്തുകയാണ്. മോള് ചെല്ലും, മോള് ധൈര്യമായിട്ട് ചെല്ല്, നിനക്ക് ദൈവം തുണയുണ്ടാവും. എനിക്കതിന് പേടിയൊന്നുമില്ല, എനിക്കറിയാം ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. പിന്നെ എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ട് മാത്രമേ ടെൻഷനുള്ളൂ. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നയനയെ ഇപ്പുറത്ത് കിടത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആരാണ് ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കുന്നതെന്ന് ദേവയാനി കാണുന്നുമില്ല. ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാൻ ഒരാൾ തയ്യാറായി, അത്രയും മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അങ്ങനെ ചെന്ന് നയന ബ്ലഡ് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ദേവയാനി സ്വീകരിക്കുകയും ചെയ്യാണ്. ആ സമയത്താണ് വേണു വരുന്നത്. വേണു ദേവയാനിക്ക് ബ്ലഡ് കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനേ നയന തയ്യാറായി. നയന ഇപ്പോൾ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട വേണു ആകെ ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. നയനയോ? അതെ, നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് തന്നെയായിരുന്നു. അതുകൊണ്ട് അവൾക്കൊരു മടിയുണ്ടായിരുന്നില്ല. അവൾ ധൈര്യപൂർവ്വം കയറി ചെന്ന് ബ്ലഡ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അവൾ മയങ്ങുകയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ വേണു ആണെങ്കിൽ അനാമികയുടെ തള്ളയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും അവരവിടെ ഒരു കുതന്ത്രം ഒപ്പിക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്കറിയാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.